എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ അഡീനിയം പ്ലാന്റ്സ് വളർത്താൻ ഇഷ്ടമായിരിക്കും. എനിക്കും പേഴ്സണലി അഡീനിയം പ്ലാന്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കെയർ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് ഈ അഡീനിയം പ്ലാന്റ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഈ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് സൺലൈറ്റാണ്. നല്ല വെയിലുള്ള ഭാഗത്ത് വേണം അഡീനിയം പ്ലാന്റ്സ് വയ്ക്കാൻ. കുറഞ്ഞത് ഒരു 6 മുതൽ 8 മണിക്കൂറെങ്കിലും ഈ പ്ലാന്റ്സിന് വെയിൽ കൊള്ളണം. എങ്കിൽ മാത്രമേ നിറയെ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. ഈ ചെടിയെല്ലാം വളരെ ചെറിയ ചെടിയാണ്. എന്നിട്ടും ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നല്ല വെയിലത്ത് വെച്ചതാണ്. അതുമാത്രമല്ല, കോഡെക്സ് നല്ല വലിപ്പം വെക്കണമെങ്കിൽ നമ്മൾ നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ കോഡെക്സിന് നല്ല വലിപ്പം വെക്കത്തുള്ളൂ. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് വാട്ടറിംഗ് ആണ്. മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന പോലെ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിന് ആഴ്ചയിൽ 3 ദിവസം വെള്ളം കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ മണ്ണ് ചെക്ക് ചെയ്തതിന് ശേഷം ഡ്രൈ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഡെസേർട്ട് റോസ് എന്നാണ് ഈ അഡീനിയം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം മതി. മൂന്നാമത്തെ കാര്യം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോട്ടാണ്. ഒരുപാട് വലിയ പോട്ട് തിരഞ്ഞെടുക്കാൻ പാടില്ല. ചെടിയുടെ സൈസിനനുസരിച്ചുള്ള പോട്ട് മതി. ചെടി നട്ട് ചെടിയുടെ ചുറ്റിനും ഒരു 2 ഇഞ്ച് സ്ഥലം ഉള്ള പോലത്തെ പോട്ട് മതി. ഒരുപാട് വലിയ പോട്ട് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് ആ ചെടിയിൽ കോഡെക്സിൽ ഒരുപാട് വെള്ളം ചേർന്ന് അത് കോഡെക്സ് പെട്ടെന്ന് അളിഞ്ഞു പോകാൻ അത് സാധ്യതയുണ്ട്. അതുകൊണ്ട് പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ചെടിയുടെ സൈസിനനുസരിച്ചുള്ള പോട്ട് തിരഞ്ഞെടുക്കണം. നാലാമത്തെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൂണിങ്. പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ചെടിയിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുകയും ആ ബ്രാഞ്ചസിലെല്ലാം പൂക്കൾ ഉണ്ടാകുകയും ചെയ്യത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഈ ചെടി പൂവെല്ലാം ഇട്ട് അതൊരു റെസ്റ്റിംഗ് സ്റ്റേജിലാണ്. ഇപ്പോൾ ഞാനിതിനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പ്രൂണിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രൂണിങ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ചെടി ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് ഒരുപാട് വലുപ്പത്തിൽ വളർന്നെങ്കിലും ഇതിൽ ഒരുപാട് ബ്രാഞ്ചസ് ഇല്ല. അപ്പം ഞാനിത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരല്പം സാഫ് തേച്ച് കൊടുക്കുവാണ്. ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് സാഫ് തേച്ച് കൊടുക്കുന്നത്. എപ്പോഴും പ്രൂണിങ് ചെയ്യുമ്പോൾ രാവിലെ പ്രൂണിങ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം അത് വെയിലൊക്കെ ഒന്ന് ഇതാവുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. നമ്മൾ വൈകുന്നേരം പ്രൂണിങ് ചെയ്യുമ്പോൾ ചെടി ഒന്ന് ഉണങ്ങിക്കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടിംഗ് മിക്സാണ്. എന്ത് ടൈപ്പ് മണ്ണാണ് ഈ അഡീനിയം പ്ലാന്റ്സിന് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ആ പോട്ടിൻ്റെ അടിയിൽ കുറച്ച് മെറ്റിലിട്ട് കൊടുക്കാം. നല്ല വെള്ളം വാർന്നു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ മെറ്റിലിട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇത് ചേർത്ത് മണ്ണാണിത്. അതിലേക്ക് ഞാനൊരു കപ്പ് മണലിട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം സാഫ് പൗഡർ,
1 കൈപ്പിടി എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും ഇതിനകത്ത് തന്നെ കുത്തിവെച്ച് കൊടുക്കാം. അത് പെട്ടെന്ന് ഇതിനകത്ത് വേര് പിടിക്കും. വേര് പിടിച്ചതിന് ശേഷം നമുക്ക് ഇത് മറ്റൊരു പോട്ടിലോട്ട് മാറ്റി നടാം. ഇത് നല്ല തണലുള്ള സ്ഥലത്ത് ഒരാഴ്ച വയ്ക്കാം. അതിനുശേഷം നമുക്ക് വെയിലോട്ട് മാറ്റി വെച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഒരു 18ഓളം വെറൈറ്റി അഡീനിയം പ്ലാന്റ്സ് ഉണ്ട്. ഇതെല്ലാം ഇപ്പോൾ പൂവിടുന്ന സ്റ്റേജിലാണുള്ളത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അഡീനിയം പ്ലാന്റ്സിന് കൊടുക്കുന്ന വളമാണ്. നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന മാതിരി NPK 19-19-19 അഡീനിയം പ്ലാന്റ്സിനും കൊടുക്കാവുന്നതാണ്. ജൈവവളമാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ചാരം കൊടുക്കാവുന്നതാണ്. നമ്മൾ വിറകെല്ലാം കത്തിക്കുന്ന ചാരം എടുത്തിട്ട് അതിലേക്ക് ബോൺ മീൽ പൗഡറും കൂടെ ചേർത്തിട്ട് മാസത്തിലൊരിക്കൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചെടികളിൽ പൂക്കളിടാൻ ഇത് സഹായിക്കും. മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കിതിട്ട് കൊടുക്കാൻ. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അഡീനിയം പ്ലാന്റ്സ് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.